ഹായ് ഗൈസ്, അപ്പം ഞാനിപ്പോൾ ഒന്ന് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കാം. ഈവനിങ് ഷിഫ്റ്റ് ആയിരുന്നു. അപ്പം ഞാൻ ഓർത്തു ഉച്ചയ്ക്ക് ചോറ് കഴിച്ച് പോകാൻ ടൈമുമില്ല. 12 to 8 ആണ് ഡ്യൂട്ടി. അപ്പോൾ ജസ്റ്റ് ഒരു ഇംഗ്ലീഷ് ടീ ഒക്കെ ഉണ്ടാക്കിയിട്ട് പോകാൻ നോക്കൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇംഗ്ലീഷ് ടീ. ഇംഗ്ലീഷ് ടീ ഉണ്ടാക്കുന്നത് സിമ്പിളാണ്. ജസ്റ്റ് നമ്മൾ ഒരു കെറ്റിൽ വെള്ളം തിളപ്പിച്ച് വെക്കുക. അത് കഴിഞ്ഞ് ടീ ബാഗ് ഞാൻ ജസ്റ്റ് ഒരു ടീ ബാഗ് എടുക്കുക, കപ്പിൽ ഇടുക, കുറച്ച് വെള്ളം ഒഴിക്കുക. ഞാനൊരു 3/4 കപ്പോളം വെള്ളം ഒഴിച്ചു കേട്ടോ. പിന്നെ പഞ്ചസാര വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ ഓപ്ഷനിലാണ്. ഞാൻ ജസ്റ്റ് ഇതിങ്ങനെ ചായപ്പൊടി എടുത്ത് മാറ്റും. ടീസ്പൂൺ പഞ്ചസാര എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് മിൽക്ക്, ഇത്രയും ആഡ് ചെയ്തിട്ട് ഒന്നുകിൽ നമ്മൾ ചായപ്പൊടി ഇടുന്ന സമയത്ത് തന്നെ ഒന്ന് ഓവനിൽ വെച്ച് ഒന്നുകൂടി തിളപ്പിക്കുവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ചായപ്പൊടി കടുപ്പം കൂടുതൽ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഇത് ഞാൻ അത് കഴിഞ്ഞൊരു ഓവനിൽ ഒരു 1 minute ഓവനിൽ വെച്ചു. അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒരു 1 minute. ഇപ്പം ചായ ആകുന്ന ടൈമിൽ 2 റസ്ക് കൂടെ കഴിക്കാം. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ റസ്ക് കഴിക്കാൻ. ഇവിടെ ഇങ്ങനെ വരും, കേക്ക് റസ്കിൻ്റെ ടൈപ്പാണ്. 2 റസ്കും ചായയും കഴിച്ച് പോവുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതൊരു 3 hours കഴിയുമ്പോൾ നമുക്ക് ബ്രേക്ക് കിട്ടും. അപ്പം ആ ബ്രേക്കിൻ്റെ ടൈമിൽ നമുക്ക് ഫുഡ് കൊണ്ടുപോകുന്ന ഫുഡ് കഴിക്കാം. ഞാൻ സാൻഡ്വിച്ച് എടുത്തിട്ടുണ്ട് കൊണ്ടുപോകാൻ. അപ്പം ചായ കുടിക്കാം. അപ്പം ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട്, റസ്കും ഉണ്ട്. ചൂടുണ്ട്. ആക്ച്വലി ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ഇംഗ്ലീഷ് ടീ ആണ്. പിന്നെ നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മൾ നമ്മുടെ സാധാരണ ടീ ഉണ്ടാക്കണം താല്പര്യമുള്ളപ്പം ഏലക്കായും ഇഞ്ചി എല്ലാം കൂടി അടുപ്പേ തന്നെ തിളപ്പിക്കും. പിന്നെ ഇത് യൂസ്ഡായി ഇങ്ങനത്തെ ടീ കുടിച്ചിട്ട്. പക്ഷെ എല്ലാവർക്കും ഇത് ഇഷ്ടം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈവൻ ഡ്യൂട്ടി ടൈമിലാണെങ്കിലും നമുക്കവിടെ ഹോട്ട് വാട്ടറും ടീ ബാഗ് അല്ലെങ്കിൽ നെസ്കഫേയുടെയോ എന്തെങ്കിലും കോഫി പൗഡറേ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് ടീയും കോഫിയൊക്കെ ഉണ്ടാക്കാം. ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.